അപ്പോൾ കേസ് ഇന്ന് നമ്മൾ വന്നിട്ടില്ല അവന്മാരെ വില്ലേജാനായിട്ട് പൊരിക്കുന്ന കേസ്. ഓക്കെ, അപ്പോൾ രാത്രിയാണ് കേസ്. ഇപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കേസ്. ഞാനാണെങ്കിൽ ഇതെൻ്റെ ഫുള്ള് ഗോൾഡിൻ്റെ ആർമറായി കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ മൈനിങ്ങിന് പോയി കേസ്. ഞാനാണെങ്കിൽ ഇതെൻ്റെ നമ്മുടെ മൈനിങ് സെൻ്ററാണിത്. ഇതിന് സ്റ്റെപ്പ് പോലെയാണ് കേസ് നമ്മൾ മൈനിങ്ങിന് പോയത്. പക്ഷെ കുറച്ച് ഭാഗമേ സ്റ്റെപ്പായിട്ട് പോയിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ സ്റ്റെപ്പായിട്ട് അത് സെറ്റായി. നമുക്ക് രാത്രിയല്ല കേസ്, അവന്മാർ വില്ലേജറിനായിട്ട് പൊരിച്ചെന്ന് തോന്നുന്നു. അയ്യോ, നമ്മുടെ സ്മിത്തിനൊന്നും കാണാനില്ല. എനിക്കത് സ്മിത്തിനായിട്ടായിരിക്കും പൊരിച്ചു വന്നത് കേസ്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ മൈനിങ് ഏരിയ ആണ് കേസ്. ഓക്കെ, അയ്യോ ഇപ്പം കാണിക്കത്തില്ല കേസ്, ഞാൻ നിങ്ങൾ മൈനിങ്ങിന് കാണിക്കാം. നമുക്ക് ഇന്നും കുറച്ച് മൈനിങ്ങിനൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്ക് ഇത് കിട്ടിയിട്ടില്ല. അവിടെ ഓട്ട കേസ്. നമുക്ക് കിട്ടാത്ത സാധനം എന്ന് പറഞ്ഞാൽ അയൺ കിട്ടിയിട്ടില്ല കേസ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയൺ കിട്ടിയിട്ടില്ല. അയണിൻ്റെ ഒരു പൊടി പോലും ഞാൻ കണ്ടിട്ടില്ല കേസ് അയണിൻ്റെ. പിന്നെ ഈ ഇപ്പം പിക്കാസ് പിടിച്ചിരിക്കുന്ന അയണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഇവിടുത്തെ ഒരു ഗോളം 2 ഗോളത്തിനെ കൊണ്ടിട്ടുണ്ടാക്കിയ പിക്കാസാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ ഒത്തിരി സാധനങ്ങൾ കാണിക്കാം നിങ്ങളെ. കണ്ടോ, ഈ കൊബിൾ ഡീപ്ലേറ്റ് 27 എണ്ണം, ഗൺ പൗഡർ ഞാൻ ക്രീപ്പറിനൊക്കെ വന്നപ്പോൾ കിട്ടിയതാണ്. കൊബിൾ സ്റ്റോൺ കുറേ കിട്ടിയുണ്ട്. ഗോൾഡ് ഇനി കുറച്ചുകൂടി ഇരിപ്പുണ്ട്, റോ ഗോൾഡ് വേവിക്കാൻ. പിന്നെ ഡൊറൈറ്റ് കിട്ടി. ഇത്ര സാധനങ്ങളാണ് ഈ നമ്മുടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് പിന്നെ പോകണം, മൈനിങ്ങിന് പോകണം ഗേസ്. നമുക്ക് പോയാലോ പോകണോ വേണ്ടത് ഞാൻ ആലോചിക്കുക ഗേസ്. അപ്പം ഗേസ് നമുക്ക് ഇവിടുന്ന് പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാക്കി അയൺ വെച്ചിട്ട് വേണ്ട. ഞാനാണെങ്കിൽ എന്തായാലും നമ്മുടെ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയായിരുന്നു കേസ്. ഓക്കെ, ബാക്കി ബക്കറ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ നേരെ താഴ്പ്പോൾ നമുക്ക് മൈനിങ്ങിനായിട്ട് പോകാം കേസ്. പിന്നെ നമുക്ക് ഗോൾഡ് കണ്ടുപിടിക്കണം, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ നിങ്ങളെ കാണിക്കുക, ഇതാണെങ്കിൽ നമ്മുടെ കേവിലാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. ഇവിടെ ആണെങ്കിൽ ഞാൻ വെച്ച് ഇത് വെച്ച് അടച്ചേക്കുവാണ് കോബിൾ സ്റ്റോൺ വെച്ച്. കാരണം അങ്ങോട്ട് വേറൊരു കേവ് ഓപ്പണിംഗ് ആണ് കേസ്. അപ്പോൾ അവിടുന്ന് സോംബി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അടച്ചത് കേസ്. ഇവിടെ ആണെങ്കിൽ ഇപ്പം തൽക്കാലം നമുക്ക് മൈൻഡ് ചെയ്യാം, കാരണം ഇവിടെ സോംബി ഇല്ല. കണ്ടോ, ഇവിടെ സോംബീസ് ഇല്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ സോംബീസിനെ എല്ലാം അറിഞ്ഞ് തൂത്തുവാരി കളഞ്ഞാണ് കേസ്. അപ്പോൾ നമുക്ക് വാട്ടർ ബക്കറ്റ് എടുത്ത് കൈ വെച്ചേക്കാം കേസ്. ഇവിടുന്ന് താപ്പോട്ടാണ് പോകേണ്ടത്. ഓക്കെ, വാട്ടർ ബക്കറ്റ് എടുത്ത് കൈ വെച്ചേക്കാം. അയ്യോ, എന്താ ടൈമിങ് തെറ്റിപ്പോയി. ആകെ ഒരു വാട്ടർ ബക്കറ്റേ ഉള്ളായിരുന്നു. ശരിയെ പോയി. അയ്യോ, ചാവല്. ഇറങ്ങ അയ്യോ, അവിടുന്ന് ഒരു ടോർച്ചില്ല. അയ്യോ,
ഓക്കെ, നമുക്കിനി മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ കുഴി ഞാമല്ലേ നേരത്തെ, അതുകൊണ്ട് നമുക്ക് ഇതെടുത്ത് ഇവിടെ വെക്കാം. ഇതിവിടെ വെക്കാം. ഓക്കെ, നമുക്കിത് ഇടാം. ഓക്കെ, മൈൻ ചെയ്യാം. തുടങ്ങുമൊന്നും ഇല്ല ഗേസ്. നമ്മൾ കുന്ത എടാ എന്തൊരു സംഭവം. ഇതാണ് നമ്മൾ ഒരു വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ അവിടെ വീണ് എന്ത് സ്ഥലം കേവാ ഗേസ്. പിന്നെ കേവോ, എനിക്കെന്നെ സാധനങ്ങൾ വേണം. അത് ഡീസ്പോൺ തന്നെ എനിക്ക് വേണം. ഇല്ല വെള്ളം, എൻ്റെ വെള്ളം. ഓക്കെ, എടുത്തു ഗേസ്. നമ്മുടെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനിയുള്ളതാണ് നമ്മുടെ ബിഗ് ജേർണി എന്ന് പറയുന്നത്. നമ്മളെ ഞാൻ ലെഫ്റ്റിലേക്ക് ഇടുകയും എനിക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, നമ്മളാണ് ചാടാൻ പോകുന്നു. എടാ അത് എന്താടാ വരാത്തെ? എനിക്കിപ്പം അങ്ങോട്ട് പോകണം. അതെങ്ങനെ പോകുന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കതിപ്പോൾ വേണം. നമ്മൾ തോനെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇനി കണ്ടു ഇനി എന്തിനു വേണ്ടി ഞാൻ അവിടെ ഒരു ക്രിയേറ്റീവിൽ പോകുമെങ്കിൽ മടുത്ത് ഞാൻ മനുഷ്യനെ കൊണ്ട് പറ്റുന്നേ ഇല്ല. വരുന്നു ഗേസ്. പോവാണ്. ഓ എന്റെ മോനെ, അത് കിടിലമായിരുന്നു ആ ബക്കറ്റ് വെച്ചിറങ്ങിയത്. ഓക്കെ, നമുക്ക് ഇത് എന്ത് സ്ഥലമാണോ ഇത്? ടോർച്ച് കൊടുത്തേക്കാം. ഓ എന്ത് വൃത്തിയുടെ സ്ഥലമാണ് ഇത്. അയ്യോ എത്തുവാടാ സൗണ്ട്. എന്റെ മോനെ, ഞാനിങ്ങനെ തിരിച്ചു പോകും. എന്തുകൂടെ ഒരു വേവ് സൗണ്ട് പോലെ ഇങ്ങനെ വരുന്നേ. അത് കൊള്ളാമല്ലോ ഗൈസ്. നമ്മൾ വേണ്ട, ഹൈ ഫെസിലിറ്റി ആണല്ലോ. അനങ്ങുമ്പോൾ അവിടെ സൗണ്ട് കേൾക്കും. അയ്യോ രാവ ഇപ്പം ചത്തേനെ. ഇതെന്ത് സംഭവം? ഇതെവിടാന്നോ ഞാൻ വന്നെത്തിയേക്കുന്നത്? എവിടെ? ഓക്കെ അടാടാ എൻ്റെ അതുകൊണ്ട് അയൺ പാൻസ് ഇതുകൊണ്ട് എൻ്റെ അയണിൻ്റെ ആർമറൊക്കെ എവിടെ? ഇതിനകത്തോ സാഡില് സോൾ കാറ്റലിസ്റ്റിക് ആയിരുന്നോ എനിക്കറിഞ്ഞൂടാ. കാണാൻ കൊള്ളായതുകൊണ്ട് എടുത്തു. സോൾ ടോർച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളെടുത്തു. എൻചാൻറ്റഡ് ബുക്ക്, അതെന്തോന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഒരു കിട്ടിയിട്ടുണ്ട് കോമ്പാസ്. ഓക്കെ ഗേസ്, നമ്മളെ ടോർച്ച് കുത്തി പോവും. പിന്നെ ഒന്ന് കിട്ടിയിട്ടുണ്ട്, 2 ബുക്ക് കിട്ടി ഗേസ്. നമുക്ക് പഠിച്ച് മതിയാം ഗേസ്. 2 ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുത്തിയേക്കാം. ഇതെന്തോ ഗേസ് സംഭവം? അവിടെ എന്തുകൊണ്ടത്? എടാ അവിടെ എന്തുകൊണ്ടത്? അവിടെ ഇരുട്ടായി. ടോർച്ച് കുത്തി വെക്കട്ടെ. എന്റെ മോനെ, ഞാൻ പേടിച്ചു പോയി. എന്തുവാ
അവിടെ എല്ലാം ടോർച്ച് കുത്തി വെക്കും ഞാൻ. ആ പോ ടോർച്ച് കുത്തിയേക്കും വിരട്ട് പോകുന്നു. ഇതൊന്ന് പൊട്ടിച്ചളഞ്ഞാലോ. ഇരുട്ട് ടോർച്ച് കുത്തി വെക്കാം. ടോർച്ച് കുത്തി വെച്ചാൽ ഇരുട്ടൊന്നും പോകില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ചാടുമ്പോഴേ ഇതിന് സൗണ്ട് വരും. അയ്യോ 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 എന്തുവാ അതെന്തൊരു ജീവി ഇപ്പൊ പൊങ്ങി വന്ന്. അതെന്തുവാ ഞാൻ അടിച്ചു തൂക്കിന്ന അയ്യോ എവിടെ ലൈഫ് കുറയുന്നില്ല. ഇരിക്കട്ടെ ഞാൻ ഇപ്പുറത്തെ സൈഡ് വന്ന് എന്തുവായിരുന്നു സംഭവം. എൻ്റെ നെഞ്ച് ഇപ്പോഴും ഇടിക്കുന്നു, സത്യമായിട്ടും ഇടിക്കുന്നു. എനിക്കിപ്പോൾ അവിടെ പോകണം. എങ്ങനെ പോയ അയ്യോ ഇതിപ്പോൾ എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കളഞ്ഞുപോയി. ഞാൻ കളഞ്ഞുപോയി. ഒരു വൃത്തിയായിട്ട സൗണ്ട് ഉണ്ടായിരുന്നു. അതേപോലെ നമുക്കേ അങ്ങോട്ട് പോയി. അയ്യോ ചുമ്മാ അടിയിട്ടുള്ളൂ. അയ്യോ ലാവ ഒക്കെ ചത്തേനെ. Was slain by warden. എൻ്റെ സാധനം എല്ലാം പോയടാ, എല്ലാം പോയി. അപ്പോൾ ഗൈസ് നിങ്ങൾ എല്ലാവരും കമൻറ്റ് ഇടുക ആ വാർഡിനെ എന്തോ ചെയ്യണമെന്ന്. ഓക്കെ നമ്മളിപ്പോൾ അത് ഏതോ ഒരു സ്ഥലത്ത് ഒരു പട്ടിക്കാട്ടി പോയായിരുന്നു. അവിടെ നമ്മുടെ എല്ലാ സാധനവും ലോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി ഒന്നേന്നായിരിക്കണം ഗൈസ് നമുക്ക് തുടങ്ങേണ്ടത്. അവിടെ ഇനി നമുക്ക് മൈൻ ചെയ്യാൻ പോകണം, എന്തെല്ലാം ചെയ്യണം എന്തോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറ കേട്ടോ ഗൈസ്. ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ പറ ആ സ്ഥലത്തിനെ പറ്റിയൊക്കെ. എല്ലാം കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ ബൈ.